ഈ പരമ്പര നോവലിനെക്കുറിച്ചുള്ള പ്രത്യേകതയെക്കുറിച്ച് ആദ്യം ഒരു ചെറിയ ചർച്ച. ഈ എഴുത്തുകാരന് അറിയാവുന്നിടത്തോളം ഈ കഥ ഒരു അദ്വിതീയ സാഹിത്യശ്രമമാണ്. ഇവിടെ എഴുത്തുകാരൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, കൃത്രിമ ബുദ്ധി, അതായത് ജെമിനായിയെ തന്റെ സഹരചയിതാവായി നിലനിർത്തി കഥയ്ക്ക് ഒരു പ്രത്യേക രൂപം നൽകിയിരിക്കുന്നു. ഈ പ്രത്യേക കഥയുടെ ഓരോ അധ്യായത്തിന്റെ അവസാനത്തിലും ജെമിനായ് മുഖേന ഒരു അവലോകനവും സഹരചയിതാവിന്റെ വിശകലനം പോലെ പരാമർശിച്ചിരിക്കുന്നു. ഇത് പരമ്പര നോവലിന്റെ ആരംഭ അധ്യായമാണ്. കഥ ആരംഭിക്കുന്നതിനു മുമ്പ് എഴുത്തുകാരൻ ജെമിനായോട് ചോദിച്ച ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് താഴെ പറയുന്നവയാണ്. ചോദ്യം: എന്റെ ഈ കഥ പ്രേം അൻമോൽ ഹോത്താ ഹൈ വാണി, പ്രേമം അമൂല്യമാണ്, വാണി ഇതുവരെ ഒരിടത്തും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് എന്റെ കൈവശം ഗൂഗിൾ ഡോക്യുമെന്റിൽ എഴുതപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ നിലവിലെ തലക്കെട്ട് പ്രേം അൻമോൽ ഹോത്താ ഹൈ വാണി എന്നാണ്. ഈ തലക്കെട്ടും മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കഥയുടെ പ്രധാന ആശയം, അതിന്റെ ധാർമ്മിക ലക്ഷ്യം എന്നിവ സംഗ്രഹിക്കാം. ഇത് 3 ഇന്ത്യൻ സ്ത്രീകളുടെ പ്രണയകഥകൾ പറയുന്ന ഒരു നോവലാണ്. ഇതിൽ ഒരാൾ, പ്രായമായ സ്ത്രീ, മറ്റ് 2 യുവതികൾക്ക് ഒരു മാതൃകയായി മാറുന്നു. 3 പേരും തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തവും ദുഷ്കരവുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു. 2 യുവതികളിലൂടെ അമേരിക്കൻ സമൂഹത്തിന്റെയും അവിടെ താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ ഒരു കുടുംബത്തിന്റെയും മാനസികാവസ്ഥ, ജീവിതശൈലി, ചിന്താഗതി എന്നിവ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിൽ പ്രായമായ നായികയായ ആൽക്ക ഭാട്ടിയ തന്റെ ഏക പ്രണയം നേടാൻ കഴിയാതെ വിവാഹം കഴിക്കാതെ ജീവിതം നയിക്കുന്നു. തുടർന്ന് അവർ തന്റെ ജീവിതം സാമൂഹ്യ സേവനത്തിനായി, പ്രത്യേകിച്ച് സ്ത്രീശാക്തീകരണത്തിനായി സമർപ്പിക്കുന്നു. നാടകീയമായ ആകസ്മിക സംഭവങ്ങളിലൂടെ 2 യുവതികൾ, ആദ്യത്തേത് റാഷീൽ, രണ്ടാമത്തേത് വാണി, അവരുമായി പരിചയത്തിലാകുന്നു. അവരുടെ സൗഹൃദം കാരണം അവർ അവരെ ആരാധിക്കാൻ തുടങ്ങുന്നു. അവരിൽ ഒരാളായ വാണി ഈ മുഴുവൻ കഥയും തന്റെ ആത്മകഥയായി എഴുതുന്നു. എന്നിരുന്നാലും ഇത് തന്റെ ആത്മകഥയേക്കാൾ കൂടുതലാണെന്ന് അവൾക്കറിയാം. ഇത് തന്റെ മാതൃകയായ ആൽക്ക ഭാട്ടിയയുടെ കഥയാണ്. ഈ ആത്മകഥയുടെ ഒരു വലിയ ഭാഗം റാഷീലിന്റെ പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു മതസ്ഥനാൽ വഞ്ചിക്കപ്പെട്ടു വീട്ടിൽ നിന്ന് ഓടിപ്പോയ അവൾ 1 വർഷത്തെ ദുരിതത്തിന് ശേഷം അയാളുടെ പിടിയിൽ നിന്ന് മുക്തയാകുന്നു. ഈ കഥ യാഥാർത്ഥ്യത്തെക്കാൾ നാടകീയതയുടെ, ഒരു സാഹിത്യ മാതൃകയുടെ ഒരു മുദ്ര നൽകുന്നു. ഇത് രചിക്കുന്ന പ്രക്രിയയിൽ ഒരേ ജീവിതത്തിൽ ഇത്രയധികം ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അസാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആദർശങ്ങൾ നിറഞ്ഞ സാഹിത്യം വായിക്കുന്നത്, കേൾക്കുന്നത് ചില വായനക്കാരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റം വരുത്താൻ അതിന്റെ ചില തത്വങ്ങളെ മാറ്റിയെഴുതാൻ കഴിയും. ഈ ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജെമിനിയുടെ മറുപടി: ഈ കഥ പ്രേം അൻമോൽ ഹോത്താ ഹൈ വാണി, അല്ലെങ്കിൽ അതിന്റെ അന്തിമ തലക്കെട്ട് എന്തായാലും, ശക്തവും ബഹുമുഖവും സാമൂഹിക പ്രസക്തിയുമുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ സംഗ്രഹവും ധാർമ്മിക ലക്ഷ്യവും ഒരു നീണ്ട ഓഡിയോ പരമ്പരയ്ക്ക് തികച്ചും അനുയോജ്യമാണ്. ഈ വിഷയം എന്തുകൊണ്ട് മികച്ചതാണെന്ന് വിശദീകരിക്കുന്ന എന്റെ പ്രാഥമിക അവലോകനവും വിശകലനവും ഇതാ. പ്രേം അൻമോൽ ഹോത്താ ഹൈ വാണി. പ്രാഥമിക അവലോകനം. വിഭാഗം 1: വിഷയത്തിന്റെ ശക്തിയും പ്രസക്തിയും. ഇപ്പോൾ 3 ഖണ്ഡികകളിലായി വിശദീകരണം കേൾക്കുക. പോയിന്റ്: ജെമിനിയുടെ മറുപടി, കൂടാതെ ഓഡിയോ ബുക്കിനുള്ള പ്രാധാന്യം. 1ാമത്തെ പോയിന്റ്: സ്ത്രീശാക്തീകരണം കേന്ദ്രസ്ഥാനത്ത്. ജെമിനിയുടെ മറുപടി ആൽക്ക ഭാട്ടിയയുടെ കഥാപാത്രം ത്യാഗത്തെയും സാമൂഹിക പ്രചോദനത്തെയും പ്രതിനിധീകരിക്കുന്നു. വ്യക്തിപരമായ പ്രണയത്തിലെ പരാജയത്തെ സാമൂഹിക വിജയത്തിലേക്ക് മാറ്റുന്നത് ശക്തമായ ഒരു സന്ദേശമാണ്. ഓഡിയോ ബുക്കിനുള്ള പ്രാധാന്യം: വ്യക്തിപരമായ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ സാമൂഹിക ലക്ഷ്യത്തിന്റെ തുടക്കമാണെന്ന് കാണിക്കുന്ന ഒരു പോസിറ്റീവ് ആദർശം ശ്രോതാക്കൾക്ക് ലഭിക്കുന്നു. അടുത്ത പോയിന്റ്: പ്രണയകഥ വേഴ്സസ് ആദർശവാദം. ജെമിനിയുടെ മറുപടി: ഇത് വെറും 3 പ്രണയകഥകളല്ല, മറിച്ച് 3 നായികമാരുടെ 3 വ്യത്യസ്ത തരം സ്നേഹങ്ങളുടെ, ആൽക്കയുടെ നിസ്വാർത്ഥ സ്നേഹം, റാഷീലിന്റെ ആശയക്കുഴപ്പമുള്ള സ്നേഹം, വാണിയുടെ ഉടമസ്ഥതാബോധമുള്ള സ്നേഹം ഒരു രൂപകമാണ്. ഓഡിയോ ബുക്കിനുള്ള പ്രാധാന്യം: ഇത് പരമ്പരയെ റൊമാന്റിക് ആയി നിലനിർത്തുക മാത്രമല്ല, 72 അധ്യായങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധാർമ്മികവും ദാർശനികവുമായ ആഴം നൽകുകയും ചെയ്യുന്നു. 3ാമത്തെ പോയിന്റ്: സമകാലികവും സാർവത്രികവുമായ പശ്ചാത്തലം. ജെമിനിയുടെ മറുപടി: കഥയിൽ അമേരിക്കൻ സമൂഹത്തെയും ഇന്ത്യൻ വംശജരായ കുടുംബങ്ങളുടെ മാനസികാവസ്ഥയെയും ഉൾപ്പെടുത്തുന്നത് അതിന് ഒരു സാർവത്രിക സ്പർശം നൽകുന്നു. റാഷീലിന്റെ കഥയിലെ അന്തർമതപരമോ സാംസ്കാരികമോ ആയ സംഘർഷത്തിന്റെ സങ്കീർണത സമകാലിക ഇന്ത്യയ്ക്ക് വളരെ പ്രസക്തമാണ്. ഓഡിയോ ബുക്കിനുള്ള പ്രാധാന്യം: ഇത് വ്യത്യസ്തമായ ഒരു ശ്രോതാക്കളുടെ കൂട്ടത്തെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികളെ ആകർഷിക്കുകയും കഥയെ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതാക്കുകയും ചെയ്യുന്നു. 4ാമത്തെ പോയിന്റ്: മെറ്റാ കഥാഘടന. ജെമിനിയുടെ മറുപടി: ആൽക്കയുടെയും റാഷീലിന്റെയും കഥകൾ പ്രധാനമായിരിക്കുന്ന തന്റെ ആത്മകഥയായി വാണി കഥ പറയുന്ന രീതി,
ഒരു അദ്വിതീയ ആഖ്യാന ചട്ടക്കൂട് നൽകുന്നു. ഓഡിയോ ബുക്കിനുള്ള പ്രാധാന്യം ഇത് ശ്രോതാക്കളെ കഥാകാരിയുമായി വാണി വൈകാരികമായി ബന്ധിപ്പിക്കുന്നു, കഥയ്ക്ക് വിശ്വാസ്യതയും അടുപ്പവും നൽകുന്നു. 2. നാടകീയതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത. ഇത് യാഥാർത്ഥ്യത്തെക്കാൾ നാടകീയതയുടെ ഒരു സാഹിത്യ മാതൃകയുടെ ഒരു മുദ്ര നൽകുന്നു എന്നും ഒരേ ജീവിതത്തിൽ ഇത്രയധികം ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അസാധ്യമാണ് എന്നുമുള്ള നിങ്ങളുടെ വിശ്വാസം ഒരു എഴുത്തുകാരന്റെ യഥാർത്ഥ ആത്മപരിശോധനയാണ്. എന്റെ ഉപദേശം: ഒരു ഓഡിയോ ബുക്കിന്റെ രൂപത്തിൽ നാടകീയത ഒരു തടസ്സമല്ല, മറിച്ച് ഒരു ശക്തിയാണ്. ശ്രോതാക്കൾ സാധാരണയായി കഠിനമായ യാഥാർത്ഥ്യത്തിന്റെ ചിത്രീകരണത്തെക്കാൾ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ആദർശങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. മഹാഭാരതം അല്ലെങ്കിൽ മറ്റു പുരാണ കഥകൾ ഇന്ന് സത്യമാണെന്ന് തോന്നുന്നില്ലെങ്കിലും അവയുടെ ധാർമ്മിക സ്വാധീനം വളരെ വലുതാണ്. നിങ്ങളുടെ കഥയ്ക്ക് അതേ നിയമം നിറവേറ്റാൻ കഴിയും. അവലോകനം ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ പരിചയം പോലെ ഈ നാടകീയതയെ ന്യായീകരിക്കാൻ എന്റെ അവലോകനം ഉപയോഗിക്കാം. ഓരോ വിഭാഗത്തിന്റെയും അവസാനം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ആദർശം ജീവിതത്തിൽ പ്രയാസകരമാണെങ്കിലും സാഹിത്യത്തിൽ എന്തുകൊണ്ട് അത് അത്യാവശ്യമാണ്. വലത് ഇരട്ട ആംഗിൾ ക്വട്ടേഷൻ ചിഹ്നം. 3. അടുത്ത പടിക്കുള്ള ഉപദേശം. ഈ വിഷയം 72 അധ്യായങ്ങളുള്ള ഒരു പരമ്പരയ്ക്ക് ആവശ്യമായത്ര ഉള്ളടക്കം നൽകുന്നു. ഇത് സമാന്തരമായി ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ നമുക്ക് 1-2 പോയിന്റുകളിൽ പ്രവർത്തിക്കാം. തലക്കെട്ട് പരിഗണന. പ്രേം എൻമോൾ ഹോത്താ ഹേ വാനി എന്നതിനേക്കാൾ ചെറുതും ആകർഷകവുമായ ഒരു തലക്കെട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, ആൽക്ക, ഒരു അമൂല്യ പ്രണയ അധ്യായം, അല്ലെങ്കിൽ 3 സ്ത്രീകളുടെ പ്രതിജ്ഞ. അധ്യായം 1. കഥയുടെ ആദ്യ അധ്യായം ദയവായി പങ്കിടുക. ഇത് ഒരുപക്ഷെ വാണി തന്റെ മാതൃകയായ ആൽക്ക ബാട്ടിയെ പരിചയപ്പെടുത്തുന്നതുമായോ അല്ലെങ്കിൽ റാഷീലിന്റെ കഥ ആരംഭിക്കുന്നതുമായോ ബന്ധപ്പെട്ടതാകാം. ജെമിനിയുടെ മറുപടിയിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനത്താൽ എഴുത്തുകാരൻ ഈ നീണ്ട കഥാപരമ്പരയ്ക്കായി ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് സൃഷ്ടിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. അതിനാൽ തുടങ്ങുന്നതിനു മുമ്പ് ഞങ്ങൾ ആദ്യം പോഡ്കാസ്റ്റിനായുള്ള ഒരു ചെറിയ ആമുഖം അവതരിപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യ അധ്യായം കേൾക്കാം. അധ്യായം 1. 3 നായികമാർ, 3 സ്നേഹങ്ങൾ. നമസ്കാരം. നിങ്ങൾ എന്റെ മാത്രമല്ല, എന്റേത് മാത്രമല്ലാത്ത ആത്മകഥയാണ് കേൾക്കുന്നത്. ഇത് പ്രചോദനത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും സ്നേഹത്തിന്റെയും 3 പാളികളുള്ള കഥയാണ്. ഞാൻ നിങ്ങളുടെ ആഖ്യാതാവ് വാണി. എനിക്ക് 32 വയസ്സ്. ഇന്ന് ഞാൻ എന്റെ കഥ ആരംഭിക്കുന്നു. എന്നാൽ 32 വർഷത്തെ ജീവിതത്തിൽ എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനു മുമ്പ്, ഈ കഥ എന്റെ മാതൃകയായ ആൽക്ക ബാട്ടിയ മാഡം, എന്റെ സുഹൃത്ത് റാഷീൽ, എന്റെ സ്വന്തം ജീവിതത്തിന്റെ ആഴത്തിലുള്ള വൈകാരികവും മാനസികവും ശാരീരികവുമായ വശങ്ങളെ സ്പർശിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രണയം, അതായത് സ്നേഹം, ഈ വിവരണത്തിൽ ഒരു പ്രധാന ഭാഗമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ നായികമാർ ആൽക്ക, റാഷീൽ, എന്റെ ജീവിതം എന്നിവ പൂർണ്ണമായും മാറ്റിയെഴുതിയ 3 നായകന്മാരെക്കുറിച്ച് ഒരു മുന്നാസ്വാദനം മാത്രം ഞാൻ നൽകും. ഒരു നായകന്റെ തകർന്ന സ്നേഹം, രണ്ടാമത്തെയാളുടെ നിഷ്കളങ്കമായ കുട്ടിയെപ്പോലെയുള്ള വാത്സല്യം, മൂന്നാമത്തെയാളോടുള്ള തീവ്രമായ ഉടമസ്ഥതാബോധം നിറഞ്ഞ എന്റെ സ്വന്തം ആശയക്കുഴപ്പത്തെക്കുറിച്ച് കേൾക്കുക. ഇത് ആത്മകഥയാണോ അതോ 3 നായികമാരുടെ വിധിയുടെ കഥയാണോ? നിങ്ങൾ കണ്ടെത്തും. പ്രേം എൻമോൾ ഹോത്താ ഹേ വാനി യുടെ ആദ്യ അധ്യായത്തിൽ. കഥ തുടങ്ങാം. ഞാൻ വാണി. എന്റെ പ്രായം ഇന്ന് 32. ഞാൻ എഴുതുന്നത് എന്റെ ആത്മകഥയാണ്. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് നിശബ്ദമായി ചിന്തിച്ചു. അപ്പോൾ എന്റെ കഥ ഒരു ആത്മകഥയായി എഴുതാൻ യോഗ്യമാണെന്ന് തോന്നി. എനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഞാനിത് സത്യസന്ധമായി എഴുതി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് വായനക്കാർക്ക് വിനോദം നൽകുന്നതിനൊപ്പം പല വായനക്കാർക്കും അവരുടെ ജീവിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതശൈലി നിർണ്ണയിക്കുന്നതിനും മാർഗനിർദ്ദേശത്തിന്റെയും പ്രചോദനത്തിന്റെയും ഉറവിടമായി മാറും. ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നുവരും: എന്റെ ആത്മകഥ എഴുതുന്നതിലൂടെ ഞാൻ നാർസിസത്തിന്റെ ആത്മാരാധനയുടെ പിടിയിലല്ലേ? വലത് ഇരട്ട ആംഗിൾ ക്വട്ടേഷൻ ചിഹ്നം. അഥവാ എന്റെ സാധാരണ 32 വയസ്സുള്ള ജീവിതത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത? എന്റെ ആത്മകഥയെ പ്രചോദനാത്മകവും മാർഗനിർദ്ദേശകവുമാണെന്ന് ലേബൽ ചെയ്യാൻ? ശ്രോതാക്കളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ മറുപടി വ്യക്തമാക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ എന്റെ ആത്മകഥ എന്ന് ഞാൻ കരുതുന്നതിന്റെ പൂർണ്ണമായ വായനയ്ക്ക് ശേഷം ഇത് എന്റെ സ്വന്തം ആത്മകഥയേക്കാൾ കൂടുതലായി എന്റെ മാതൃകയായ ആൽക്ക ബാട്ടിയ മാഡം, എന്റെ സുഹൃത്ത് റാഷീൽ എന്നിവരുടെ കഥയാണെന്ന് വായനക്കാർ തിരിച്ചറിയും. ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ജീവിത വിശദാംശങ്ങളുടെ ഒരു വലിയ ഭാഗം എന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തുന്നത് ഈ കഥയെ പ്രചോദനാത്മകവും മാർഗനിർദ്ദേശകവുമായ സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ഈ കഥയുടെ മിക്ക ഭാഗങ്ങളും യഥാർത്ഥത്തിൽ ആൽക്ക ബാട്ടിയ മാഡം, റാഷീൽ, എന്റെ സ്വന്തം പ്രണയകഥകളാണെന്ന് ശ്രോതാക്കൾ കണ്ടെത്തിയേക്കാം. പ്രണയ, സ്നേഹം, വാത്സല്യം ഓരോ ജീവിയുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ എന്റെ ഈ ആത്മകഥയെ ഒരു പ്രണയകഥയായി കണക്കാക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. എന്റെ ആത്മകഥയിലെ പ്രധാന നായികമാർ ആൽക്ക ബാട്ടിയ മാഡം, ഇപ്പോൾ 59 വയസ്സ്, റാഷീൽ 35 വയസ്സ്, ഞാനുമാകുന്നു. 3 നായികമാരുള്ളപ്പോൾ 3 നായകന്മാരുണ്ടാകാനുള്ള സാധ്യതയും വ്യക്തമാണ്.
ആത്മകഥ വായിക്കുമ്പോൾ നായകന്മാരെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ആകാംക്ഷ ക്രമേണ തൃപ്തിപ്പെടുത്തുന്നതാണ് കൂടുതൽ രസകരമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും കഥയുടെ കാലക്രമത്തിലുള്ള ആരംഭത്തിനു മുമ്പ് ഈ കഥാസംഗ്രഹം 3 രംഗങ്ങളിലൂടെ ഈ ആത്മകഥയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ നൽകുന്നു. സാധാരണയായി നായകന്മാരുടെ സാന്നിധ്യം നായികമാരുടെ പൂർണ്ണത ഉറപ്പാക്കുന്നു. ഇത് പരാമർശിക്കുമ്പോൾ ഈ കഥ 3 നായികമാരുടെ പ്രാധാന്യത്തോടെയാണ് എഴുതിയിരിക്കുന്നത് എന്നതിനാൽ ഇത് ഒരു സ്ത്രീ കേന്ദ്രീകൃത കഥയായിരിക്കുമെന്ന് ഇവിടെ എഴുതുന്നത് ഉചിതമാണ്. ഇക്കാരണത്താൽ സ്ത്രീകളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ വശങ്ങളെക്കുറിച്ചുള്ള പരാമർശം വായനയിൽ താരതമ്യേന കൂടുതലായിരിക്കും. ഇപ്പോൾ കഥയുടെ കാലക്രമത്തിലുള്ള ആരംഭത്തിനു മുമ്പ് 3 രംഗങ്ങളിലൂടെ ഉൾപ്പെടുത്തിയ നായികമാരുടെ സ്നേഹത്തിന്റെ സംഗ്രഹം ഇതാ. രംഗം 1. നീരജ് ജോഷിക്ക് മറ്റു ചില വാദങ്ങളും ഉണ്ടായിരുന്നു. അത് ആൽക്കമാടത്തിന്റെ ചിന്തകളിലും ധാരണകളിലും ഒരു മാറ്റത്തിന് കാരണമായി. തന്റെ പ്രായത്തേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള നീരജ് ജോഷിയോട് ആൽക്കയുടെ ഹൃദയത്തിൽ സ്നേഹം വളർന്നു. ആൽക്ക ബാട്ടിയയ്ക്ക് അകത്തേക്ക് ഒതുങ്ങുന്ന ഇൻട്രോവേർട്ടഡ് നേച്ചർ സ്വഭാവമുണ്ടായിരുന്നു. അവരുടെ പ്രണയം ഒരിക്കലും ആർക്കും വെളിപ്പെട്ടില്ല. ശരിയായ സമയം വന്നപ്പോൾ വീട്ടിൽ ആൽക്കയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. അപ്പോൾ അവർ നീരജിനെ അന്വേഷിച്ചു. അല്പം പ്രയത്നത്തിനു ശേഷം അവർക്ക് നീരജിന്റെ വിലാസം കണ്ടെത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ അവരുടെ വിലാസത്തിലെത്തിയ ദിവസം നീരജ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അവർ കണ്ടു. രംഗം 2. തന്റെ സാന്നിധ്യം പൂർണ്ണമായി അറിയാത്ത പരങ്ക് എന്തോ ഒന്ന് നോക്കുന്നതിൽ മുഴുകിയിരുന്നു. ആൽക്ക മാഡം അദ്ദേഹത്തിന്റെ കാഴ്ച പിന്തുടർന്നു. അവിടെ ഏകദേശം 9-10 വയസ്സുള്ള ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. അവളുടെ മാതാപിതാക്കളും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ആൽക്ക മാഡം അവരെ തിരിച്ചറിഞ്ഞു. അവർ ജലന്ധറിലെ ഹർഭജനും ഹർബീന്ദറും ഭാര്യ ഭർത്താവ് ആയിരുന്നു. ഹർഭജൻ അവർക്ക് അകന്ന ബന്ധു കൂടിയായിരുന്നു. പരങ്ക്, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ആൽക്ക മാഡം ആശങ്കാകുലയായിരുന്നു. പരങ്ക് തന്റെ ചെറിയമ്മയെ കണ്ടപ്പോൾ തന്റെ രഹസ്യം വെളിച്ചത്തായി എന്ന മട്ടിൽ ലജ്ജിച്ചു. ചെറിയമ്മേ, ഞാനിവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്, അദ്ദേഹം പറഞ്ഞു. സാരമില്ല, നമുക്ക് ഇവിടെയിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു മാഡം അടുത്തുള്ള കസേരയിലിരുന്നു. പരങ്കും വന്ന് അവരുടെ അടുത്തിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കണ്ണ് ഹർഭജന്റെ മകളിലായിരുന്നു. അവൻ തന്റെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിയെ നേരിട്ടോ അല്ലെങ്കിൽ അരികിലൂടെയോ നോക്കിക്കൊണ്ടിരുന്നു. പരങ്കിന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആൽക്ക മാഡം മനസ്സിലാക്കി. ഇതിനിടയിൽ ഹർഭജൻ ഭാര്യയോടും മകളോടും ഒപ്പം ആൽക്കയുടെ അടുത്തേക്ക് വന്നപ്പോൾ മാഡം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അവർ ഹർഭജനെയും ഭാര്യയെയും അഭിവാദ്യം ചെയ്തു. അവരുടെ ഇടയിൽ ക്ഷേമാന്വേഷണങ്ങൾ ചുരുക്കത്തിൽ ചർച്ച ചെയ്തു. പിന്നീട് മാഡത്തിന്റെ കണ്ണ് പരങ്കിന്റെ മേൽ പതിഞ്ഞു. അവൻ ഇപ്പോഴും ആ പെൺകുട്ടിയെ നോക്കുകയായിരുന്നു. മാഡം വാത്സല്യത്തോടെ ഹർഭജന്റെ മകളുടെ തലയിൽ കൈവച്ചു. ഈ കുട്ടി വളരെ സുന്ദരിയാണ്. മോളെ, നിന്റെ പേരെന്താണ്? അവർ ചോദിച്ചു. റാഷിൽ, അവൾ തന്റെ അമ്മ ഹർബീന്ദറിന് പിന്നിൽ ഒളിച്ചുനിന്ന് മറുപടി പറഞ്ഞു. ഇപ്പോൾ നാണം കാണിക്കുന്നതുപോലെ അവൾ അത്രയ്ക്ക് നാണം കുണുങ്ങിയല്ല. അവൾ വളരെ വാശിക്കാരിയും കുസൃതിക്കാരിയുമാണ്. ഇഹ ഇത് സർമീലി നഹി, ജിദ്ദ ഹാൻ ശർമാ രഹി ആയി. ഇഹ ബഹുത് ഹഥലി ടേ ചഞ്ചൽ ആയി. ചിരിച്ചുകൊണ്ട് ഹർബീന്ദർ തന്റെ മകളെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ പ്രശംസയും പരാതിയും ഉൾപ്പെടുത്തി. വാശിക്കാരിയും കുസൃതിക്കാരിയുമായിരിക്കുമ്പോൾ കുട്ടികൾ വളരെ നല്ലവരാണ്. ആൽക്ക മാഡം യുവറാഷീലിന്റെ ഗുണങ്ങളിൽ അഭിനന്ദനത്തിന്റെ ഘടകങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അതിനുശേഷം ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും പോയി. അവർ പോയ ശേഷം പരങ്ക് ദുഃഖിതനായി. അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ വിവാഹ ചടങ്ങിലായിരുന്നില്ല. അന്നത്തെ രാത്രി പരങ്ക് തന്റെ ചെറിയമ്മയുടെ കൂടെ കിടക്കുമ്പോൾ പറഞ്ഞു, ചെറിയമ്മേ, എനിക്ക് റാഷീലിനെ ഒരുപാട് ഇഷ്ടമാണ്. വലുതാകുമ്പോൾ ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ. പരങ്ക്, ഞാൻ അത് ഓർമ്മയിൽ വെക്കും. നീയും വലുതാകുമ്പോൾ അത് ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ ഞാൻ റാഷീലിനെയും നിന്നെയും വിവാഹം കഴിപ്പിക്കും എന്ന് ആൽക്ക മാഡം വാത്സല്യത്തോടെ അദ്ദേഹത്തിന്റെ തലയിൽ തലോടി. രംഗം 3. വാതിലിൽ മുട്ടിയതിന് ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞിരുന്നു. കട്ടിലിൽ പാതി കിടന്നിരുന്ന സ്വപ്നിൽ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അകത്തേക്ക് വന്ന യുവതി അതിശയകരമാമിതം സുന്ദരിയായിരുന്നു. ഉടൻ എന്റെ മനസ്സിൽ ഈ ചിന്ത വന്നു, അവൾ ഇതിനകം വളരെ സുന്ദരിയായിരിക്കുമ്പോൾ ആഴത്തിലുള്ള നെക്ക് ടോപ്പ് ധരിച്ച് തന്റെ രൂപം കൂടുതൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വ്യക്തമായും ഞാൻ അവളെ നോക്കി ചിരിച്ചു. ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു, പക്ഷേ ഒരിഞ്ചുപോലും അനങ്ങിയില്ല. ചിരിച്ചുകൊണ്ട് ജീന അടുത്ത് വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അവൾ എന്റെ കവിളിൽ ഒരു ചുംബനം നൽകി. നീ സുന്ദരിയായ വാണിയല്ലേ? അവൾ പറഞ്ഞു. അത് വാണി ആണ്, വാണി അല്ല. സുന്ദരി നിങ്ങളാണ്, ഞാനല്ല. ഞാൻ അവളിൽ നിന്ന് അകന്ന് കൈകൾ കൂപ്പി പറഞ്ഞു. ജീന മനസ്സ് തുറന്നു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആപ് ബഹോർ ഇൻട്രസ്റ്റിംഗ് ഹോ, മുജെ തോടാ ഹിന്ദി ആതാ ഹേ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാനിരുന്നു. അതിനുശേഷം ജീനയും എന്റെ അടുത്ത സോഫയിലിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല. സ്വപ്നിൽ മുന്നിലുള്ള കസേരയിലിരുന്നു.
ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കി, ഞാൻ വെറുമൊരു ഒഴികഴിവ് മാത്രമാണ്. ജീന ഇവിടെ സ്വപ്നിലിനെ കാണാനാണ് വന്നത്. വലത് ഇരട്ട ആംഗിൾ ക്വട്ടേഷൻ ചിഹ്നം. ഇടയ്ക്ക് ജീന ഹിന്ദിയിൽ എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അവൾക്ക് ചുരുങ്ങിയ മറുപടികൾ നൽകി. അവർ പരസ്പരം നോക്കി സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്റെ കണ്ണ് ജീനയുടെ ആഴത്തിലുള്ള കഴുത്തുള്ള ടോപ്പിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ സോഫയിൽ ഇരുന്നത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നി. ജീനയെയും സ്വപ്നിലിനെയും സോഫയിൽ ഒരുമിച്ചിരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ സ്വപ്നിൽ ജീനയുടെ രൂപം മുൻവശത്തുനിന്ന് കാണുമായിരുന്നില്ല. ഒരുപക്ഷേ സ്വപ്നിൽ ഞാൻ നൽകുന്നത്ര പ്രാധാന്യം ഇതിന് നൽകുന്നില്ലായിരിക്കാം. സ്വപ്നിൽ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇവിടെ യുവതികൾ അത്തരം രൂപത്തിലും വസ്ത്രത്തിലും സ്വയം അവതരിപ്പിക്കുന്നത് സാധാരണമാണ്. ഒരുപക്ഷെ അമിതമായ ഉടമസ്ഥതാബോധം, പ്രൊപ്രൈറ്റി സെൻസ് കാരണമായി തുറന്ന പാശ്ചാത്യ സംസ്കാരത്തെ വിമർശിക്കുന്നവർ എന്നെപ്പോലുള്ളവരായിരിക്കാം. എന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ജീന അറിഞ്ഞിരുന്നെങ്കിൽ അവൾ തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ ചെറിയ മനസ്സിൻ്റെത് എന്ന് വിളിക്കുമായിരുന്നു. അവൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പോകാത്തത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യം എന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ജീനയോടൊപ്പം ഇരുന്ന 1.5 മണിക്കൂർ കടന്നുപോയി. വാണി, സ്വപ്നിൽ ने मेरा जान बचाया था, मैं उसका बहुत ग्रेटफुल हूं. വാണി, സ്വപ്നിൽ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. ജീന ഒടുവിൽ പോകാനായി എഴുന്നേറ്റപ്പോൾ എന്നോട് പറഞ്ഞു. ഇതിനു മുമ്പ് സ്വപ്നിൽ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ അത് പ്രകടിപ്പിച്ചില്ല. അതിനെക്കുറിച്ച് ചോദിച്ച് കൂടുതൽ സമയം പാഴാക്കാൻ ഞാൻ അവളെ അനുവദിച്ചതുമില്ല. ഞാൻ ചിരിച്ചു, അത്രമാത്രം. എന്തായാലും നിങ്ങളുടെ കാലഘട്ടം ആസ്വദിക്കൂ. നല്ല നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കൂ. വലത് ഇരട്ട ആംഗിൾ ക്വട്ടേഷൻ ചിഹ്നം. ഇത് പറഞ്ഞതിനുശേഷം ജീന ആദ്യം ചെയ്തതുപോലെ എന്നെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. തുടർന്ന് സ്വപ്നിലിനോടും അതുപോലെ ചെയ്തു. അവൾ പോയി. സ്വപ്നിലിനെ കെട്ടിപ്പിടിച്ച രീതി കാരണം ഞാനിപ്പോൾ ഉള്ളിൽ ദേഷ്യത്താൽ തിളക്കുകയാണ്. ജെമിനിയുടെ അവലോകനവും ക്രിയേറ്റീവ് മാർഗനിർദ്ദേശവും. പ്രിയ ശ്രോതാക്കളെ, പ്രേം അൻമോൾ ഹോത്താ ഹേ വാണി എന്ന കഥയുടെ ആദ്യ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ അധ്യായം വാണി വിദഗ്ധമായി നെയ്തെടുത്ത 3 വ്യത്യസ്ത പ്രണയകഥകൾക്ക് ശക്തമായ ഒരു ആമുഖമാണ്. 1-ാം അധ്യായത്തിന്റെ ശക്തികൾ. 3 നായികമാരുടെ ആമുഖം. എഴുത്തുകാരൻ വെറും 32 വയസ്സുള്ള വാണിയുടെ കാഴ്ചപ്പാടിലൂടെ ആൽക്ക ഭാട്ടിയയുടെയും റാഷീലിന്റെയും കഥകൾക്ക് അടിത്തറയിട്ടു. ഇത് 3 പേരുടെയും ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രോതാക്കൾക്കിടയിൽ തീവ്രമായ ആകാംക്ഷ സൃഷ്ടിക്കുന്നു. വ്യത്യസ്ത കഥാപാത്ര ചിത്രീകരണങ്ങൾ. ആൽക്ക ഭാട്ടിയ രംഗം 1 നിസ്വാർത്ഥമായതും അകത്തേക്ക് ഒതുങ്ങുന്നതുമായ ഒരു പ്രണയകഥ നൽകുന്നു. ഇത് പിന്നീട് അവരുടെ സാമൂഹിക സമർപ്പണത്തിന് അടിസ്ഥാനമാകുന്നു. ഇത് കഥാപാത്രത്തിന്റെ മഹത്വം സ്ഥാപിക്കുന്നു. വാണി രംഗം 3-ലെ ജീനയുമായും സ്വപ്നിലുമായുള്ള രംഗം വാണിയുടെ കഥാപാത്രത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്നു. പാശ്ചാത്യ സംസ്കാരത്തോടുള്ള അവരുടെ ആന്തരിക സംഘർഷം, അവരുടെ അമിതമായ ഉടമസ്ഥതാബോധം, പൊസസീവ്നെസ്, അസൂയയുടെ വികാരങ്ങൾ എന്നിവ അവരെ യാഥാർത്ഥ്യബോധമുള്ളവളും ന്യൂനതകളുള്ളവളുമായ നായികയാക്കുന്നു. ഇത് ശ്രോതാക്കളുമായി വൈകാരികമായി ബന്ധിപ്പിക്കുന്നു. റാഷീൽ രംഗം 2-ലെ കുട്ടിയുടെ നിഷ്കളങ്കതയും വാശിയുടെയും മുന്നാസ്വാദനം, ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തിന് വീട്ടിൽ നിന്ന് ഓടിപ്പോയ കഥ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുന്നു. ഈ അധ്യായം 72 ഭാഗങ്ങളുള്ള ഒരു പരമ്പരയ്ക്ക് ശക്തവും ആകർഷകവുമായ തുടക്കമാണ്. ഓഡിയോ വിവരണത്തിനായുള്ള മാർഗനിർദ്ദേശം. വാണിയുടെ ശബ്ദം. വാണിയുടെ ശബ്ദം ശാന്തവും ആത്മവിശ്വാസമുള്ളതും ചെറുതായി ദാർശനികവുമായ സ്വരത്തിലായിരിക്കണം. രംഗം 3-ലെ ശബ്ദം. രംഗം 3-ൽ വാണിയുടെ ആന്തരിക അസൂയ പുറത്തുകൊണ്ടുവരാൻ വാണിയുടെ ശബ്ദത്തിന്റെ വേഗത അല്പം കൂടുതലും പിച്ച് അല്പം ഉയർന്നതുമായിരിക്കണം. പ്രത്യേകിച്ച് അവൾ ജീനയുടെ വസ്ത്രത്തെക്കുറിച്ചും സ്വപ്നിലിന്റെ ആലിംഗനത്തെക്കുറിച്ചും ചിന്തിക്കുന്ന വാക്യങ്ങളിൽ. ബഹുഭാഷാ സംഭാഷണം. റാഷീലിന്റെ അമ്മ ഹർബീന്ദർ കൗർ സംസാരിച്ച പഞ്ചാബി സംഭാഷണം. ഇഹ ഇഡ സർമീലി നഹി. പഞ്ചാബി ഉച്ചാരണവും ഉച്ചാരണ മാർഗനിർദ്ദേശവും നൽകി അവതരിപ്പിക്കണം. തുടർന്ന് എഴുത്തുകാരൻ തീരുമാനിച്ച കഥയുടെ പ്രധാന ഭാഷയിൽ ഹിന്ദി അതിന്റെ പരിഭാഷ നൽകണം. അധ്യായം 1 അവസാനിച്ചു.